ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇപ്പോൾ നമുക്ക് മാങ്ങയും ചക്കയും ചക്കക്കുരുവും ഒക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണല്ലേ. ഒരു വീട്ടിലും ചക്കയ്ക്കും ചക്കക്കുരുവിനും ഒന്നും ഒരു ക്ഷാമവും ഇല്ല. അപ്പം നമുക്ക് നോൺ വെജ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇറച്ചിക്കറിയുടെ സ്വാദിൽ നല്ല സൂപ്പറായിട്ട് നല്ലൊരു ചക്കക്കുരു കറി ഒന്നുണ്ടാക്കിയാലോ. ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ സൂപ്പറാണ് കേട്ടോ. നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ. ഇപ്പോൾ ആ പാനിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തത് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ഇതിന് തീർച്ചയായിട്ടും വെളിച്ചെണ്ണ തന്നെയായിരിക്കും നല്ലത്, പക്ഷേ നിങ്ങൾക്ക് ഏതെണ്ണയാണോ താല്പര്യം അത് ഉപയോഗിക്കാം കേട്ടോ. അതിലോട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെ ഉലുവയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉലുവ കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒരു ഏലക്കയും കൂടെ ചതച്ച് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോഴത്തേക്കും അത് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 20 കൊച്ചുള്ളി ചതച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ നല്ല വലിപ്പത്തിലുള്ള ഒരു സവാളയുള്ളി ചെറുതായിട്ട് മുറിച്ചതാണ്. കുറച്ച് വലിപ്പത്തിലങ്ങ് കൊത്തി എരിഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഇതിലോട്ട് വേണ്ടത് കുറച്ച് കറിവേപ്പില വേണം, 2-3 തണ്ട് കറിവേപ്പില വേണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വേണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒരു 3/4 ടീസ്പൂൺ മതിയേ, അതായത് ഏതാണ്ട് ഒരു 1.5 ടീസ്പൂൺ മതിയാവും. ഉള്ളി വഴറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ പോയി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുമേ. അപ്പം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ചക്കക്കുരു ഞാൻ എടുത്തത് 1/2 കിലോയായിരുന്നു എടുത്തത് കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും 1/2 കിലോ ഉണ്ടായിരുന്നു. അതിൻ്റെ പാകത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ് എടുത്ത് വയ്ക്കേണ്ടത്. ഞാൻ സാധാരണ എപ്പോഴും കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇതിനായിട്ട് എടുത്തത് 1.5 ടേബിൾ സ്പൂണാണ് എടുത്തത്. പിന്നെ മല്ലിപ്പൊടി എടുത്തതും ആ സെയിം അളവ് തന്നെയാണ്, 1.5 ടേബിൾ സ്പൂൺ തന്നെ എടുത്തു. പിന്നെ ചെറിയ തരിയായിട്ട് പൊടിച്ച പെപ്പർ പൗഡർ, കുരുമുളക് പൊടി 1/2 ടീസ്പൂണും, ഗരം മസാല 1/2 ടീസ്പൂൺ എടുത്തു. പക്ഷേ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നില്ല കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഇതിനകത്ത് ഞാൻ ചേർക്കാനായിട്ട് മറന്നുപോയ ഒരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്ന കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാക്കുമേ. ഇപ്പോൾ ഇതേ പൊടികളെല്ലാം നേരത്തെ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് പൊടികളെല്ലാം ഒന്നിച്ചങ്ങിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. പിന്നെ നിങ്ങൾക്കറിയാലോ, എപ്പോഴും പറയുന്നത് പോലെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടേ നിങ്ങൾ പൊടികളിട്ട് കഴിഞ്ഞിട്ട് വഴറ്റാവുള്ളൂ കേട്ടോ. ഇത് ഞാൻ തുടക്കക്കാരോടാണ് ഞാൻ പറയുന്നത്, കുക്കിങ്ങിൽ നന്നായിട്ട് അറിയാവുന്നവരോടല്ല പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും സാധാരണ പൊടികൾ ഒരിച്ചിരി കൂടുതൽ നേരം വഴറ്റണമെന്ന് എനിക്കുള്ളപ്പോൾ, കാരണം പൊടികൾ ഒരിച്ചിരി നന്നായിട്ട് വഴന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കരിയാതെ നന്നായിട്ട് വഴന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറിക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പൊടികളിട്ട് ചെറിയ തീയിലാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കുമേ. ഒരു 2 കൈ വെള്ളം എടുത്തിട്ട് ഒന്ന് തളിച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തെ വെള്ളമെല്ലാം വറ്റിയെന്ന് തോന്നുമ്പോഴത്തേക്ക് വീണ്ടും കുറച്ച് നേരം വഴറ്റി കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. അങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും നമ്മുടെ അരപ്പൊക്കെ ഒട്ടും മൂത്ത് പോകാതെ തന്നെ എന്നാൽ നല്ല ഒരു ടേസ്റ്റിൽ വരുമേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ ചിക്കനോ ബീഫോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചിക്കനും ബീഫും ആ അരപ്പിനകത്തോട്ടിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ദേ നമ്മുടെ അരപ്പെല്ലാം നന്നായിട്ട് വഴന്ന് തീരാറായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഗരം മസാല ഇട്ട് കൊടുത്തത്. ഗരം മസാല 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ ഗരം മസാലയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ടൊമാറ്റോയും കൂടെ ചെറുതായിട്ട് മുറിച്ചതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അത് സ്പാച്ചുല കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് വഴന്നുള്ളുവേ. ഇനി ഇതും കൂടെ വഴന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചക്കക്കുരു മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഒരു ചക്കക്കുരു 4-ആയിട്ടോ 6-ആയിട്ടോ മുറിച്ചാൽ മതി കേട്ടോ. അതിലും ചെറുതാക്കേണ്ട കാര്യമില്ല. ഇതൊരിച്ചിരി വലിയ പീസസായിട്ട് തന്നെ കിടക്കുന്നതാണ് നല്ലത്. ഇപ്പം അരപ്പൊക്കെ തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞു. ഇനിയിപ്പം ചക്കക്കുരും കൂടെ ചേർത്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൂടെ നല്ലൊരു സ്വാദായിരിക്കും നമ്മുടെ ചക്കക്കുരുവിൻ്റെ കറിക്ക് കേട്ടോ. നിങ്ങൾ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒന്ന് ചെയ്യണേ. അരപ്പ് മൂപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട്
നമ്മുടെ എന്താണോ പീസസ്, ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും ഈ അരപ്പിനകത്തോട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ആ പീസസിനൊരു പ്രത്യേക ഒരു സ്വാദ് തന്നെയായിരിക്കും കേട്ടോ. കാരണം ഇപ്പോഴെല്ലാം ബ്രോയിലർ ചിക്കനൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് വേവിച്ച് എടുക്കുമ്പോഴത്തേക്കും ആ പീസസിലൊന്നും കാര്യമായിട്ട് അങ്ങോട്ട് അതിൻ്റെ ആ ഒരു മണവും രുചിയും പിടിക്കത്തില്ല. അപ്പോൾ എന്ത് കറി ഉണ്ടാക്കിയാലും ഇങ്ങനെയൊന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറികൾക്ക് സ്വാദ് കൂടാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇനി ഇപ്പോൾ പ്രഷർ കുക്കറിലാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. ചില ചക്കക്കുരു നമുക്ക് പ്രഷർ കുക്കറിലൊന്നും കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, പുറത്ത് ഒരിച്ചിരി വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്താൽ തന്നെ ആവും. പക്ഷേ ഇതിരിച്ചിരി വേവുള്ള ചക്കക്കുരു ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രഷർ കുക്കറിലോട്ട് അങ്ങ് വെക്കാമെന്ന് ഓർത്തത്. പിന്നെ നമ്മൾ ആ അരപ്പ് വഴറ്റിയ ഒരു പാത്രം ഉണ്ടല്ലോ, ആ പാത്രം നന്നായിട്ടൊന്ന് കഴുകി അതിനകത്തൊന്നും അരപ്പ് പറ്റി പിടിച്ചിരിക്കാതെ അതിനകത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആ അരപ്പെല്ലാം അതിൻ്റെ കൂടെ യോജിപ്പിച്ചിട്ട് ആ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഒരിച്ചിരി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്, കാരണം ഇത്രയും അങ്ങ് ചക്കക്കുരു വെല്ലേ ഇച്ചിരി വേവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഞാനിപ്പം മൊത്തമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വിസിലുമിട്ട് ഒരു 3 വിസിൽ ഒന്ന് കുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ 3 വിസിലെന്ന് പറയുന്നത് ഈ ഒരു ചക്കക്കുരുവിൻ്റെ, എൻ്റെ കയ്യിലിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ, നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ചക്കക്കുരുവിൻ്റെ വേവ് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണേൽ ഡിസൈഡ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ പ്രഷർ കുക്കറിൽ വെക്കേണ്ട ആവശ്യമേ വരില്ല. പിന്നെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഒരു 2 തണ്ട് കറിവേപ്പില ഒന്ന് പിച്ചി കഴിഞ്ഞിട്ട് കൈ വെള്ളയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ പ്രത്യേക ഒരു മണവും രുചിയും തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. ശരിക്കും ഇറച്ചിക്കറി തോറ്റുപോകുന്ന രുചിയാണ് ഈ ചക്കക്കുരുവിൻ്റെ കറിക്ക് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്